ദിവസേന 613 ദശലക്ഷത്തിലധികം യു.പി.ഐ ഇടപാടുകളോടെ ഇന്ത്യ ഇന്ന് ഒന്നാം സ്ഥാനത്തെത്തി നിൽക്കുകയാണ്. 2015-ൽ 97 ദശലക്ഷം ആളുകൾ മാത്രമാണ് ഓൺലൈനിൽ ഉണ്ടായിരുന്നത്. ആ കാലത്ത് ഡാറ്റ വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. അതുപോലെ യു.പി.ഐയും നിലവിലില്ലായിരുന്നു. പിന്നീട് 2016-ൽ ജിയോ വന്നു. മുകേഷ് അംബാനി ജിയോയുടെ ലോഞ്ചോടുകൂടി ഡിജിറ്റൽ ഇന്ത്യയുടെ കഥ തന്നെ മാറ്റി. ഡിജിറ്റൽ ഇന്ത്യയുടെ 10 വർഷം പൂർത്തിയായപ്പോൾ പുറത്തുവന്ന ഡേറ്റകൾ അനുസരിച്ച് 2015 ഓഗസ്റ്റിൽ 97 ദശലക്ഷം സജീവ ഇന്റർനെറ്റ് ഉപയോക്താക്കളായിരുന്നെങ്കിൽ 2016 സെപ്റ്റംബറിൽ ജിയോ ലോഞ്ച് ചെയ്തതിനു ശേഷം 2017 ഫെബ്രുവരിയോടെ ഇത് 191 ദശലക്ഷമായി വർദ്ധിച്ചു. 2015-ൽ ഒരു ഉപഭോക്താവിന്റെ പ്രതിമാസ ഡേറ്റ ഉപഭോഗം 0.4 GB മാത്രമായിരുന്നു. 2016 സെപ്റ്റംബറിൽ ജിയോ ലോഞ്ച് ചെയ്തതിനു ശേഷം 2017 ഫെബ്രുവരിയോടെ ഇത് 7.4 GB ആയി വർദ്ധിച്ചു. ഇന്നിത് 32 GB-യിലധികമാണ്. ജിയോയുടെ ലോഞ്ചിന് മുമ്പ് തീരെ കുറവായിരുന്നു യു.പി.ഐ ഇടപാടുകൾ. ഇന്ന് 2015-ൽ 613 ദശലക്ഷം യു.പി.ഐ ഇടപാടുകളോടെ ലോകത്തൊന്നാമതാണ്. ജിയോയുടെ അഫോർഡബിൾ ആയ ഡേറ്റയുടെ ഫലമായി ഇന്ന് 462 ദശലക്ഷത്തിലധികം ഉപയോക്താക്കൾ സോഷ്യൽ മീഡിയയിൽ ലോക ട്രെൻഡുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. ഡിജിറ്റൽ ഇന്ത്യയെ ഉത്തേജിപ്പിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ 5G വിന്യസിച്ച് ഇന്ത്യ ഒരു ഡിജിറ്റൽ സൂപ്പർ പവർ ആക്കി മാറ്റിയ കാറ്റലിസ്റ്റ് ആണ് ജിയോ എന്നത് വ്യക്തമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ്സിൽ പറയൂ.